പോളിങ്ങിൻ്റെ പെർസെൻറ്റേജ് കൂടിയത് വിജയ് എത്ര സീറ്റ് പിടിക്കും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നു. അപ്പോൾ ആൻറ്റി ഇൻകംബൻസിയിൽ മുട്ടി നിൽക്കുന്ന ഒരാളാണ് സ്റ്റാലിൻ, പൊറുതി മുട്ടി നിൽക്കുന്ന ആളാണ്. അദ്ദേഹം തന്നെ തൻ്റെ 60-ലധികം MLA-മാരെ പറഞ്ഞയച്ചു, പിന്നെ ഇത്തവണ സീറ്റ് കൊടുത്തില്ല, 6 മന്ത്രിമാർക്ക് സീറ്റ് കൊടുത്തില്ല. ഇതിൻ്റെയൊക്കെ കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാം, ആൻറ്റി ഇൻകംബൻസി വലിയ തോതിലുണ്ട്. DMK ഈ ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ തോതിൽ ബാങ്ക് ചെയ്തിരുന്നു. ഇത്തവണ ആ ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു സ്പ്ലിറ്റ് വരാൻ പോയി. വനിതാ ബില്ലിനെ എതിർത്തു എന്ന് പറയുന്നത് മമതയ്ക്കൊരു അടിയാണ്. അത് എത്ര പെർസെൻറ്റേജ് വരെ പോകും, എത്ര കൂടുതൽ ആൾക്കാർക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ് പറയാൻ പറ്റുള്ളൂ. മമത ഇപ്പോൾ മാർക്സിസ്റ്റുകാർക്കെതിരെ എന്ത് തന്ത്രമെടുത്തു, അതാണ് BJP-ക്കാർക്കെതിരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തമിഴ്നാട് നിയമസഭയിലെ 234 മണ്ഡലങ്ങളിലേക്കും ഇന്നലെ വോട്ടെടുപ്പ് നടന്നു. ഒപ്പം തന്നെ ബംഗാളിലെ ആദ്യഘട്ട പോളിംഗും ഇന്നലെയാണ് നടന്നത്. രണ്ടിടത്തും വളരെ ഉയർന്ന പോളിംഗാണ് രേഖപ്പെടുത്തിയത്. തമിഴ്നാട്ടിൽ 85% രേഖപ്പെടുത്തിയപ്പോൾ ബംഗാളിലെ 152 മണ്ഡലങ്ങളിലേക്ക് നടന്ന ആദ്യഘട്ട പോളിംഗിൽ 92.07% പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. ഈ ഉയർന്ന പോളിംഗ് ആർക്കൊക്കെ അനുകൂലമായി വരും ചോദിക്കാൻ കാരണം, ചരിത്രത്തിലെ തന്നെ 2 സംസ്ഥാനങ്ങളിലെയും ഏറ്റവും ഉയർന്ന പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക്. തമിഴ്നാട്ടിൽ 234 അംഗ നിയമസഭയിലേക്ക് ഇന്നലെ ഒറ്റഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ ഉജ്ജ്വലമായിട്ടുള്ള പോളിംഗ് രേഖപ്പെടുത്തി, 85-ലേക്ക് എത്തി, റെക്കോർഡാണ്. മറ്റിടത്ത് 152. എന്താണ് തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങാൻ നമുക്ക്? തമിഴ്നാട്ടിലെ ഈ ഉയർന്ന പോളിംഗ് ആർക്ക് അനുകൂലമായിരിക്കും എന്നാണ് കരുതുന്നത്? തമിഴ്നാട്ടിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു പോളിംഗ് വന്നതോടുകൂടി എല്ലാവരും വിജയിൽ പ്രതീക്ഷ കൂടുതൽ അർപ്പിക്കുന്നു എന്നുള്ളതാണ്. കാരണം 2 സ്ഥലത്തും, തമിഴ്നാട്ടിലും ബംഗാളിലും സ്ത്രീ വോട്ടർമാർ ധാരാളമായി വോട്ട് ചെയ്യും, കൂടുതലായി വോട്ട് ചെയ്തിരിക്കും, പുരുഷന്മാരെക്കാൾ കൂടുതലായി വോട്ട് ചെയ്യും. യുവാക്കളും അതുപോലെ വോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ യുവാക്കളും സ്ത്രീകളും വിജയ്ക്ക് പിന്നാലെ പോയോ എന്ന് സംശയിക്കുന്നവർ ഏറെയുണ്ട്. അപ്പോൾ വിജയ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലുള്ള 10%-ഓ 15%-നകത്തോ ആയിരിക്കില്ല, അതിനപ്പുറം സീറ്റ് പെർസെൻറ്റേജ് പിടിക്കുകയാണെങ്കിൽ സീറ്റുകളുടെ എണ്ണം കൂടാം എന്ന് 2 മുന്നണികളെയും ഒരുപോലെ അലട്ടുന്നുണ്ട്. രണ്ട് നേതാക്കളുടെയും ഉറക്കം കെടുത്തുന്നുണ്ട്. അല്ല, നമ്മൾ പറഞ്ഞിരുന്നത് 10 മുതൽ 15% വരെ വോട്ട് വിജയ്ക്ക് ലഭിച്ചേക്കാം. പക്ഷേ തമിഴ്നാട്ടിലുള്ള ചില നിരീക്ഷണവും സാറും പറഞ്ഞത് 20% വരെ കിട്ടിയാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഏകദേശം ഫലവത്താകുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ പോളിംഗ് ട്രെൻഡ് കാണിക്കുന്നത്. അത് വിജയ്ക്ക് അനുകൂലമായി വന്നാൽ ആരുടെ വോട്ടായിരിക്കും അവിടെ കട്ട് ചെയ്യുന്നത്? വോട്ട് കട്ടറാണ് വിജയ്, അത് സംശയമില്ല. അപ്പോൾ ആരുടെ വോട്ടായിരിക്കും കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി ഈ വോട്ടിംഗ് ശതമാനം കൂടുമ്പോൾ സാധാരണഗതിയിൽ വരാറുണ്ട്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസിയിൽ മുട്ടി നിൽക്കുന്ന ഒരാളാണ് സ്റ്റാലിൻ, പൊറുതി മുട്ടി നിൽക്കുന്ന ആളാണ്. അദ്ദേഹം തന്നെ തൻ്റെ 60-ലധികം MLA-മാരെ പറഞ്ഞയച്ചു, പിന്നെ ഇത്തവണ സീറ്റ് കൊടുത്തില്ല, 6 മന്ത്രിമാർക്ക് സീറ്റ് കൊടുത്തില്ല. ഇതിൻ്റെയൊക്കെ കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാം, ആൻറ്റി ഇൻകംബൻസി വലിയ തോതിലുണ്ട്, തൻ്റെ ഭരണം അത്ര കേമൊന്നുമില്ലാന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അത് മറച്ചു വയ്ക്കാനാണ് അദ്ദേഹം സെൻട്രൽ വിഷയങ്ങളും പിന്നെ ഹിന്ദിയും നോർത്ത് ഇന്ത്യൻ സമരവും അതിനിടയ്ക്ക് കിട്ടിയ വനിതാ സംവരണ ബില്ലും ഒക്കെ അദ്ദേഹം തങ്ങളുടെ വിഷയങ്ങളാക്കി മാറ്റാനായിട്ട് ഉപയോഗിച്ചത്. പക്ഷേ അതൊന്നും ജനങ്ങളുടെ മനസ്സിൽ ഈ 5-10 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ദ്രോഹങ്ങൾ മറക്കാൻ ഉപകരിച്ചില്ല എന്നുകൂടെ ഈ ഇലക്ഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ നോക്കുമ്പോൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് DMK-യുടെ ഭാഗത്തു നിന്നുള്ള വോട്ടുകൾ വലിയ രീതിയിൽ നഷ്ടമാകും, അത് ആൻറ്റി ഇൻകംബൻസിയുടെ ഭാഗമായിട്ട്. ഇത് നല്ലൊരു ശതമാനം വിജയ് പിടിക്കും. ഒപ്പം തന്നെ AIADMK BJP സഖ്യം നന്നായിട്ട് പ്രചരണം നടത്തിയിട്ടുണ്ട്, വളരെ ഗംഭീരമായിട്ടുള്ള പ്രചരണമായിരുന്നതാണ് പറയുന്നത്. ഇപ്പം കുറേയേറെ നാളായിട്ട് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. ഒന്ന്, ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഓഫേഴ്സും വളരെ ആകർഷകമായിരുന്നു. ഈ AIADMK BJP ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? അവർ ആത്മവിശ്വാസത്തിലാണ്. കാരണം സ്ത്രീ വോട്ടർമാർ കൂടുതൽ വന്നത് അമ്മ ഭക്തരാണ് എന്നാണ് അവരുടെ വിലയിരുത്തൽ. അപ്പോൾ അമ്മയുടെ വോട്ട് അങ്ങനെ കിട്ടും. യുവാക്കൾ കൂടുതൽ വന്നത് BJPക്ക് അനുകൂലമാകും. അണ്ണാമലയെ പോലുള്ളവർ നടത്തിയ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ, തമിഴ്നാട്ടിലെ യുവാക്കൾക്ക് രക്ഷ വേണമെങ്കിൽ BJP വരണം, കേന്ദ്രഭരണം വരണം, ഡബിൾ എഞ്ചിൻ വരണം എന്നൊക്കെയുള്ളത് യുവാക്കളെയും ആകർഷിച്ചിട്ടുണ്ട് എന്നും ഉള്ളതാണ് BJP NDA മുന്നണിയിലുള്ള പ്രധാനപ്പെട്ട ഒരു ആശ്വാസം. അതിൽ ഒരു സത്യമുണ്ട്, ഈ അമ്മ വോട്ടർമാരിൽ നല്ലൊരു വിഭാഗം ഇപ്പോഴും ഉണ്ട്, പ്രത്യേകിച്ച് ഒരു ഏജിന് മുകളിലുള്ളവർ. ഇപ്പം ഇതിനകത്ത് ജെൻഡർ വലിയ ഫാക്ടറാണ്, അതോടൊപ്പം ഏജും ഫാക്ടറാണ്.
ഈ ഏജ് എന്ന് പറയുന്ന ഒരു 50 വയസ്സിന് മുകളിലുള്ളവർ ഇപ്പോഴും MGR അമ്മ ആ ലൈനിൽ നിൽക്കുന്നവരുണ്ട്. അവർ ADMKക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകതയായിട്ട് അവർ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ വിജയുടെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ ഇപ്പം ക്രിസ്ത്യൻ വോട്ടുകളിലാണ്. വിജയ്ക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ തോതിൽ വരും എന്നുള്ളതാണ്. അതായത് 2011 സെൻസസ് പ്രകാരം തമിഴ്നാട്ടിൽ 6.2% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. ഇന്ന് പറയുന്നത് അതിൻ്റെ 3 ഇരട്ടിയിലധികം ക്രിസ്ത്യാനികളുണ്ട് എന്നുള്ളതാണ്. പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്രിസ്ത്യാനി അല്ലെന്ന് തോന്നുമെങ്കിലും ക്രിസംഗികളാണ് അധികവും. പേര് ഹിന്ദു പേരായിരിക്കും, പക്ഷേ ക്രിസ്ത്യാനികളാണ് അവർ. 20%-അടുപ്പിച്ച് 18% ഉറപ്പ്, 20%-ത്തിൽ അതിനടുത്ത് ക്രിസ്ത്യാനികളുണ്ട് എന്നുള്ളതാണ്. അതിൽ വിജയ് ഫോക്കസ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ നോക്കിയായിരിക്കാം. ചെന്നൈ ആവട്ടെ, അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലം ഉൾപ്പെടെ അവിടെ ക്രിസ്ത്യാനികൾ കൂടുതലുള്ളതാണ്. കന്യാകുമാരിയിൽ ക്രിസ്ത്യാനികൾ കൂടുതലുള്ളതാണ്. തിരുച്ചിറപ്പള്ളി അദ്ദേഹം മത്സരിക്കുന്ന മറ്റൊരു മണ്ഡലം ഉൾപ്പെടുന്ന ഏരിയ, അവിടെയും ക്രിസ്ത്യാനികളുടെ വലിയതുണ്ട്. അതുപോലെ തൂത്തുക്കുടി. ഇതിന് പുറമെ പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും അവർ 3-4% ഉള്ളെങ്കിലും പോലും അത് നിർണായകമാണ്. കാരണം എൻ ബ്ലോക്കായിട്ട് കേരളത്തിൽ സംഭവിച്ചതുപോലെ എൻ ബ്ലോക്കായിട്ട് അവർ വോട്ട് ചെയ്യുന്ന ഒരു സാധ്യത ഇപ്പോഴുണ്ട്. ഓക്കെ, അത് പലരും പറയുന്നത് ഈ BJPയുടെ ഒരു കടന്നുകയറ്റം ക്രിസ്ത്യൻ മിഷണറിമാരിലും ഈ ബന്ദിക്കോസ്തുകാരിലും ഒക്കെ ഒരു ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവർ യഥേഷ്ടം ഇങ്ങനെ മതപരിവർത്തനം നടത്തി വരികയായിരുന്നു അവിടെ. പിന്നെ അതുകൊണ്ടല്ലേ 6.2 എടുത്തടിച്ച് 18% ഇപ്പം നിങ്ങൾ സെൻസ് വരുമ്പോൾ നോക്കിയോ, 18-ലധികമായിരിക്കും അവിടുത്തെ ക്രിസ്ത്യാനികളുടെ എണ്ണം വരിക. ഇതെല്ലാം റിവീൽ ചെയ്താൽ, ഇത് റിവീൽ ചെയ്യില്ലെന്നാണ് വേറൊരു പ്രശ്നം. അതായത് അവിടെ അധികവും പിന്നോക്കക്കാരാണ്, അതായത് താഴെത്തുള്ള SC/ST വിഭാഗങ്ങളിലുള്ളവരിൽ കൺവേർട്ട് ചെയ്തവർ ഇത് വെളിപ്പെടുത്തില്ല. വെളിപ്പെടുത്തിയാൽ അവന് കിട്ടുന്ന ആനുകൂല്യം നഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് എത്ര വരുമെന്നറിയില്ല. പക്ഷേ പള്ളിയിൽ പോകുന്നവരുടെ എണ്ണം എടുത്താൽ ഏതാണ്ട് 18-20% വരും. അവർ ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പോലുള്ള സമയങ്ങളിൽ അതിനനുസരിച്ച് നിൽക്കും. അതിനിപ്പോൾ വന്നിരിക്കുന്ന കാരണം സനാതനധർമ്മം പറഞ്ഞ്, ഇതിനു മുമ്പെന്ന് വെച്ചാൽ ദ്രാവിഡ ഒരു ഐഡൻറ്റിറ്റി മാത്രം പറയുക. പിന്നെ DMK ADMKയും അതിൽ DMK പ്രത്യേകിച്ച് നിരീശ്വരവാദികളുടെ ഒരു ലൈനാണ്. സ്റ്റാലിനൊക്കെ നിരീശ്വരവാദിയായിട്ടാണ് എപ്പോഴും പറയാറ്. I have no religion എന്ന് പറയുകയും എനിക്കൊരു റിലിജനുമായിട്ട് വിരോധമില്ലെന്ന് അദ്ദേഹം പറയും. പക്ഷേ ഹിന്ദുക്കളെ അദ്ദേഹം വെട്ടിക്കുഴിച്ച് മൂടുന്ന വിധത്തിൽ സംസാരിക്കുകയും ചെയ്യും. അദ്ദേഹമായാലും മകനായാലും നമുക്കറിയാമല്ലോ, സനാതന ധർമ്മത്തിനെയൊക്കെ പറഞ്ഞത് പ്ലേഗും ഡെങ്കിയും ഒക്കെ ആയിട്ട് ഉപയോഗിച്ച ആ ശൈലി എടുക്കാൻ കാരണം ഈ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായതുകൊണ്ടാണ് അവരതെടുത്തത്. DMK ഈ ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ തോതിൽ ബാങ്ക് ചെയ്തിരുന്നു. ഇത്തവണ ആ ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു സ്പ്ലിറ്റ് വരാൻ പോവുകയാണ്. DMKയുടെ ഭാഗത്ത് വിൻസെൻ്റ് എന്ന് പറഞ്ഞ അവരുടെ ഒരു നേതാവൊക്കെ ഉണ്ട്. അയാൾ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാലിൻ തൻ്റെ ഓഫീസിൽ ബിഷപ്പുമാരെയൊക്കെ വരുത്തി ഒരു ചർച്ചയൊക്കെ നടത്തി. അത് ഫോട്ടോ സഹിതം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു, ഒളിച്ചു വെച്ചല്ല. അത് ഫോട്ടോ എടുത്ത് അദ്ദേഹം പബ്ലിഷ് ചെയ്തു. കാരണം ക്രിസ്ത്യാനികൾ എന്നോടൊപ്പമാണ്, വിജയോടൊപ്പമല്ല എന്നൊക്കെ കാണിക്കുന്നതിനായിട്ട്. പക്ഷേ എന്നിട്ടും വിജയ്ക്ക് നല്ല വോട്ട് കിട്ടിയിട്ടുണ്ട്. വിജയ് തിരുച്ചിറപ്പള്ളി പള്ളിയിൽ പോയി മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിച്ച് TV ചാനലുകൾക്ക് മുഴുവൻ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ പിന്നെ വിജയ് ജോസഫ് എന്നുള്ള പേര്, ജോസഫ് ഇത്രയും നാൾ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു തമിഴ്നാട്ടിൽ അദ്ദേഹം. പക്ഷേ ഇപ്പം ഇലക്ഷനിൽ അദ്ദേഹം കൂളായിട്ട് ജോസഫ് വിജയ് ആയിട്ട് തന്നെ രംഗപ്രവേശനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക പോലും ആ പേരിലാണ്. കാരണം അതാണ് തൻ്റെ ഒരു വോട്ട് ബാങ്ക്. പിന്നെ ഒന്ന് സ്ത്രീകളും യുവാക്കളുമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പോളിങ്ങിൻ്റെ പെർസെൻറ്റേജ് കൂടിയത് വിജയ് എത്ര സീറ്റ് പിടിക്കും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ ഇന്നലെ കണക്കൂട്ടിയ ആ കണക്കൂട്ടലിൽ വരും. അതായത് 66 സീറ്റുള്ള ADMK, 4 സീറ്റ് മാത്രമുള്ള BJP, അവരിത്തവണ ഏതാണ്ട് 100-ലടുപ്പിച്ച് സീറ്റിലേക്ക് പോയാൽ DMK ഒരു 100 സീറ്റിലും 110 സീറ്റിലൊക്കെ വന്നാൽ പിന്നെ ബാക്കി വരുന്ന സീറ്റിൽ വിജയ് പിടിക്കുന്ന വോട്ടുകൾ, വിജയ്ക്ക് കിട്ടുന്ന വോട്ടുകൾ മതി ഭൂരിപക്ഷം ഉണ്ടാക്കാൻ. ഒരു 18 സീറ്റ് വിജയ്ക്ക് ഉണ്ടെങ്കിൽ പോലും 100 സീറ്റ് ADMK മുന്നണി BJP മുന്നണി പിടിച്ചാൽ 18 സീറ്റ് ഉണ്ടെങ്കിൽ വിജയ്ക്ക് ആര് മുഖ്യമന്ത്രി ആവണമെന്ന് നിശ്ചയിക്കാം. പക്ഷേ ഇത്തവണ അതുമല്ല, അതിൽ കൂടുതൽ പോകുമെന്നാണ് ഈ വോട്ടിംഗ് പെർസെൻറ്റേജുകൾ കാണിക്കുന്നത്. വിജയ് ഒരു കിങ് മേക്കർ ആയേക്കാം. വിജയ് ഒരു ട്രംപ് കാർഡ് വിജയുടെ കയ്യിലായിരിക്കും തമിഴ്നാട്ടിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്നുള്ളത്.
എന്തായാലും DMKയുടെ പക്ഷത്തേക്ക് വിജയ് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ പ്രചരണവും മറ്റു കാര്യങ്ങളും കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും AIADMK BJP ക്യാമ്പ് ആത്മവിശ്വാസത്തിലായിരിക്കണം. കാരണം അവർക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന ഒരു എഡ്ജ് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എന്ന് വേണം. അതിനേക്കാൾ കൂടുതൽ സാധിക്കും. കാരണം ആൻറ്റി ഇൻകമൻസി മറ്റു കാര്യങ്ങളും എല്ലാം വന്നു. പിന്നെ നല്ലൊരു സ്ട്രോങ് മുന്നണിയാക്കാൻ അവർക്ക് കഴിഞ്ഞു. കഴിഞ്ഞ തവണ AIADMKക്ക് അത് കഴിഞ്ഞില്ല. കാരണം ഈ ജയലളിതയുടെ ശിങ്കിടികളായ തോഴിമാരും പിന്നെ ദിനകരനും എല്ലാം കൂടെ അവിടെ കിടന്ന് അടിയും ബഹളവും പിന്നെ പനീർശെൽവം വേറൊരു വിധത്തിൽ ചെല്ലും. ഇതെല്ലാത്തിനെയും ഇപ്പോൾ ക്ലീൻ ചെയ്ത് സംഘടന സ്ട്രൈറ്റ് ആക്കി ഫൈറ്റിംഗ് മൂഡിലേക്ക് കൊണ്ടുവരാൻ എടപ്പാളിക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ BJPയുടെ സപ്പോർട്ടും വന്നു, കേന്ദ്ര സപ്പോർട്ടും കൂടെ വന്നപ്പം വലിയ ഒരു സ്ട്രെങ്ത് അവർ കാണിക്കുകയാണ്. അവർ വലിയൊരു ഫോഴ്സാണ് എന്ന് ജനങ്ങൾക്കിടയിൽ തെളിയിക്കാൻ, അങ്ങനെ കാണിക്കുവാൻ, അത്തരത്തിലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ട് സ്റ്റാലിൻ മെലിയും എന്ന് ഞാൻ പറഞ്ഞില്ല, അത് ഉറപ്പാണ്. DMK മെലിയും, ചിലപ്പോൾ പതനവുമായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ബംഗാളിലേക്ക് പോകുന്നു. തീർച്ചയായും ബംഗാളിൽ 92% മുകളിലേക്ക് പോളിംഗ് പോയിരിക്കുന്നു. ഇത് മമതാ ബാനർജിയെ വല്ലാണ്ടങ്ങ് ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കാണോ, അതോ അത് BJP ക്യാമ്പിലായിരിക്കുമോ ആശങ്ക കൊടുക്കുന്നത്, പ്രതീക്ഷ കൊടുക്കുന്നത്? മമതയ്ക്ക് ആശങ്കയ്ക്ക് ഒരു വകയുള്ളത്, കാരണമുള്ളത്, ഇപ്പോൾ ഇലക്ഷൻ നടന്ന 152 സീറ്റുകളിൽ ഭൂരിപക്ഷവും നോർത്തേൺ വെസ്റ്റ് ബംഗാളിലാണ്. അവിടെ BJPക്ക് 50-55 സീറ്റുകൾ കിട്ടിയ സ്ഥലങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ ആണ് ഇപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയിരിക്കുന്നത്. ഇത് ചിലപ്പോൾ BJPക്ക് അനുകൂലമായി വന്നേക്കാം. അവിടെ അവർ, അതായത് 152-ൽ 100-ലധികം സീറ്റിലേക്ക് അവർ പോയാൽ അത് മമതയുടെ ചങ്കിടിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോഴുള്ള 52-ൽ നിന്നത് ഉയർന്ന് 100 സീറ്റിന് പുറത്തു പോയാൽ മമതയ്ക്ക് അത് വലിയ ഭീഷണിയാകും. കാരണം 149 മതി, 149 വേണ്ട, 294 അവിടെ വേണ്ടത്. അപ്പം 146 മതി, 147 മതി ഭൂരിപക്ഷത്തിന്. അപ്പോൾ അവിടെ 100 സീറ്റോളം ഇവിടെ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്നിടത്ത് അധികം സീറ്റുകൾ അതിൻ്റെ പകുതി പിടിച്ചാൽ മതി. പക്ഷേ അവിടെ ഒരു പ്രതിസന്ധിയുണ്ട്. അതായത് പ്രസിഡൻസി എന്ന് പറയുന്ന ഒരു റീജിയൻ വരുന്നുണ്ട്. ആ റീജിയൻ മമതയ്ക്ക് വലിയ ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. മമത ഏറ്റവും കൂടുതൽ സീറ്റുകൾ പിടിച്ചത്, അതായത് 108 സീറ്റുള്ള അവിടെ വെറും 20-22 സീറ്റ് BJP പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ മേഖലയിൽ ഇപ്പോൾ വരുന്ന ഒരു സംസാരം എന്ന് പറയുന്നത് അവിടെ കൂടുതൽ OBC വിഭാഗങ്ങളുള്ളതാണ്. ഉണ്ട്. അവിടെ അവർക്ക് ഉയർന്ന കാസ്റ്റിലുള്ളവരും കൂടുതലായിട്ടുള്ളൊരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അവിടെ മുസ്ലിങ്ങൾ ഒരുപാടുണ്ട്. അതെ അതെ. അപ്പം മാൽഡ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മുസ്ലിങ്ങളുടെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ട്. അപ്പോൾ ഈ അവിടുത്തെ ഇപ്പോഴത്തെ ഒരു മുർഷിദാബാദ് ഒരു വിലയിരുത്തൽ വന്നിരുന്നത് OBCയിലേക്കും ഉയർന്ന അതുപോലെ തന്നെ ഉന്നത കാസ്റ്റ് വിഭാഗത്തിലേക്കുമൊക്കെ തന്നെ BJP കടന്നു കയറിയിട്ടുണ്ട് എന്നാണ് ഒരു സൂചന ലഭിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം ഇപ്പോഴത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിയാൽ തമിഴ്നാട്ടിലും വനിതകളാണ് കൂടുതൽ പേര് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏറ്റവും പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്ന വനിതകളാണ്. വെസ്റ്റ് ബംഗാളിലും വനിതകളാണ് കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ വേറൊരു കാര്യം പറയുമ്പോൾ ഈ നമ്മുടെ മമതാ ബാനർജിക്ക് ആ വനിതകളുടെ സപ്പോർട്ട് കൂടുതലായിട്ടുണ്ടായിരുന്നു. വനിത, അതുപോലെ തന്നെ മുസ്ലിം വോട്ട്, വനിതകളായിരുന്നു അവരുടെ സ്റ്റോക്ക്. മമത എന്ന ബ്രാൻഡ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്തരാള ഘട്ടത്തിൽ ഇപ്പോൾ പെട്ടെന്നെടുത്ത് വനിതാ ബില്ല് കൊണ്ടുവന്ന് എന്തെന്ന് പലരും ചോദിക്കാറില്ലേ, എന്തിനാണ് ഇപ്പോൾ ഈ തോൽക്കുന്ന ഒരു വനിതാ ബില്ലും കൊണ്ട് വന്നത് BJP എന്ന് ചോദിക്കുന്ന ചിലരുണ്ടല്ലോ. അവിടെ പറയാനൊരു അവസരം ഉണ്ടാക്കി. അവിടെ മമതയ്ക്ക് അതൊരടിയാണ്. വനിതാ ബില്ലിനെ എതിർത്തു എന്ന് പറയുന്നത് മമതയ്ക്ക് ഒരു അടിയാണ്. അത് എത്ര പെർസെൻറ്റേജ് വരെ പോകും, എത്ര കൂടുതൽ ആൾക്കാർക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മമത ഇത്രയും നാളും സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞത്, മമതയുടെ ഏറ്റവും വലിയ വെച്ചാൽ അവർ മാസം തോറും സ്ത്രീകൾക്ക് ഒരു തുക കൊടുക്കുകയാണ്, ലക്ഷ്മി ബന്ധം എന്നൊക്കെ പറഞ്ഞ ഒരു എമൗണ്ട് എല്ലാവർക്കും, എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് സ്ത്രീകളെ കൂടുതൽ അവരിലേക്ക് പിടിച്ചു നിർത്തിയത്. അതോടൊപ്പം തന്നെ അവർ ന്യൂനപക്ഷങ്ങളും, അതായത് വോട്ട് ബാങ്കുകൾ എപ്പോഴും അതാണ് നോക്കിയത്. സ്ത്രീകൾ ഒരു വോട്ട് ബാങ്കാണ്. സ്ത്രീകൾക്ക് വലിയ ആനുകൂല്യം ചെയ്ത് അവർ കറക്റ്റായിട്ട് വോട്ട് ചെയ്ത് സഹായിക്കും. അതൊന്ന്. മുസ്ലിങ്ങളും അതുപോലെ തന്നെയാണ്. പിന്നോക്കക്കാരിൽ, മൈനോറിറ്റിയിൽ മുസ്ലിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ വാക്കുകൊണ്ടെങ്കിലും ഒരു ഗുണം ചെയ്യുന്നെങ്കിൽ അവർ പൂർണ്ണമായും വോട്ട് ചെയ്ത് നമ്മളെ സഹായിക്കും എന്നുള്ളത് മമതയ്ക്ക് അറിയാം. അതാണ് അവർ ആ 2 സെക്ടറിനെ അവർ പിടിച്ചു നിർത്തി. അതുകൊണ്ടാണ് അവരുടെ ഭരണം ഇപ്പോഴും നിന്നത്. കഴിഞ്ഞ തവണ സുവേന്ദു അധികാരിയും പാർട്ടിയൊക്കെ വലിയ മത്സരം നടത്തിയെങ്കിലും മമതാ ബാനർജിയെ തോൽപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് ഭരണം കിട്ടിയില്ല എന്നുള്ളത്. എനിക്കൊന്നും ഇപ്പോൾ 123 സീറ്റ് ഇപ്പോഴും അവരുടെ കയ്യിലാണ്. സുവേന്ദു അധികാരി വളരെ ശക്തമായ, അതെ 223. സുവേന്ദു അധികാരി ഇപ്പോൾ വളരെ ശക്തമായ ഒരു പ്രകടനത്തോടു കൂടി കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ഒരു വലിയൊരു ഫിഗറായിട്ട് ബംഗാളിൽ മാറിയിട്ടുണ്ട്. ബംഗാളിൽ BJPക്ക് ഉണ്ടായിരുന്ന ഒരു ശാപം എന്ന് പറയുന്നത് മറ്റ് സ്ഥലങ്ങളിലെ പോലെ ഒരു ലീഡർ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സുവേന്ദു അധികാരി
ഒറ്റയ്ക്ക് തൻ്റെ ഇടത്തോടെ നിന്ന് മമതയെ വെല്ലുവിളിക്കാൻ, മമത പോയാൽ ആര് മുഖ്യമന്ത്രിയെന്ന് ചോദിച്ചാൽ ഞാനുണ്ടെന്ന് പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നേതാവായി സുവേന്ദു അധികാരി മാറി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിലേക്കുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിയപ്പോൾ പല സർവേകളിലും ഇവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മമതയും സുവേന്ദു അധികാരിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതെപ്പോഴും ഭരണത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ശകല വോട്ട് കൂടുതൽ കിട്ടില്ല, 2, 3, 4% വോട്ട് കൂടുതൽ കിട്ടാം. അതിൽ കൂടുതലൊന്നും മമതയ്ക്ക് കിട്ടിയിട്ടില്ല. പ്രതിപക്ഷത്തിരുന്ന സുവേന്ദു അധികാരിക്ക് ഇത്രയധികം വോട്ട് കിട്ടി. ഇവിടെ വി ഡി സതീശനൊന്നും പോലും 12-13% കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. സുവേന്ദു അധികാരിക്ക് 40% മേൽ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടി. മമതയ്ക്ക് 48 അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ മുഖ്യമന്ത്രി ആരെന്നുള്ള ചോദ്യത്തിൽ പോലും സുവേന്ദു അധികാരി ഏറെ മോളിൽ വന്നു. അപ്പോൾ അവിടെ ഒരു ലീഡർ ഉണ്ടായിരിക്കുന്നു. അത് കഴിഞ്ഞ മത്സരങ്ങളിലൊന്നുമില്ലാത്ത BJPക്ക് കിട്ടിയ ഒരു ഗുണമാണ്. മമതയ്ക്ക് പറ്റിയൊരു എതിരാളി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറയുന്നത് SIR BJPക്ക് വളരെയധികം ഗുണം ചെയ്തു. കാരണം 90 ലക്ഷത്തിനടുപ്പിച്ച് വോട്ടർമാരെ പുറത്താക്കിയതുകൂടി അതായത് അനധികൃതമായി കുടിയേറിയ കുറേ പേരുടെ വോട്ടുകൾ മമത ഇങ്ങനെ പലയിടത്തും സ്പ്ലിറ്റ് ചെയ്ത് അവരെ പലയിടത്തും കൊണ്ടുപോയൊക്കെ ഉപയോഗിച്ചിരുന്നു. അത് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിന് പകരം മമത ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലെയും ബംഗാളി തൊഴിലാളികളെ ടിക്കറ്റ് കൊടുത്ത് അവിടെ വരുത്തി വോട്ട് ചെയ്യിക്കുന്നു. ഇപ്പോൾ ഒരു സ്ഥലത്തും തൊഴിലാളിയില്ല. കേരളം മാത്രമല്ല, ഞാൻ ചോദിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അവർ പറയുന്നത് ഒരൊറ്റ സ്ഥലത്ത് ബംഗാളിയില്ല, എല്ലാം ബംഗാളിലേക്ക് പോയിരിക്കുകയാണ്. 28-ാം തീയതി കഴിയാതെ അവരിനി തിരിച്ചും വരില്ലെന്നാണ് പറയുന്നത്. ചിലരൊക്കെ മെയ് 4-ാം തീയതി വോട്ട് പൊട്ടിച്ചിട്ടേ വരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് പേര് BJPക്ക് അനുകൂലമായിട്ടും കിട്ടാമെന്ന് പറയുന്നുണ്ട്. കാരണം ഗുജറാത്തിലും അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന കുറേ പേര് പോയിട്ടുള്ളത് പിന്നെ BJPക്കും അനുകൂലമായിട്ട് വന്നേക്കാം എന്ന് പറയുന്നത്. ഈ SIRലൂടെ പുറത്തായ ഹിന്ദു വോട്ടർമാരുടെ കാര്യം അത് BJPക്ക് തിരിച്ചടിയാവും. കാരണം അത് 35 ലക്ഷം പേര് ഇപ്പോൾ ഇലക്ഷൻ ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ കിടന്ന് വട്ടം തിരിയുകയാണ്. അതൊന്നും ഇതുവരെ ഡിസിഷൻ ആയിട്ടില്ല. എല്ലാം ലെജിറ്റിമേറ്റ്ലി ഡിലീറ്റഡ് എന്നൊക്കെ പറഞ്ഞ് ചില നോട്ടുകൾ കൊടുക്കുന്നില്ല. എന്താ കാര്യം എന്ന് പോലും പലർക്കും അറിയാനോ പറയാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് BJPക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനേക്കാൾ വലിയൊരു പ്രശ്നം ഇത് വലിയൊരു പോളറൈസേഷനും കാരണമാക്കിയിട്ടുണ്ടെന്നുള്ളത്. അതായത് മുമ്പ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ മമതയോടൊപ്പം നിന്നതിനേക്കാൾ കൂടുതൽ മമതയിൽ ഇപ്പോൾ ഈ നിൽക്കാനായിട്ട് ഈ സാധനം ഉപകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ ബേസ് വോട്ടുകളിൽ അവർക്ക് അങ്ങനെ ഒരു മാറ്റം വരുത്താൻ അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ശരി. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പോളറൈസേഷൻ, മുസ്ലിം വോട്ടുകളുടെ പോളറൈസേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് മമതയ്ക്ക് അനുകൂലമായി വരില്ലേ? അല്ല, ചില റീജിയനിൽ മമതയ്ക്ക് മുസ്ലിങ്ങൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് മാൽദ, മുർഷിദാബാദ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ വോട്ടുകൾ മമതയ്ക്ക് കിട്ടാൻ ഇത് കാരണമാക്കുകയും ചെയ്യും. അതായത് TMCക്ക് ബേസ് റൂട്ടിൽ ഭയങ്കര സ്ട്രെങ്ത് ഉണ്ട്, കേഡർ സ്ട്രെങ്ത് നല്ലപോലെ ഉണ്ട്, പ്രവർത്തകർ ശക്തമായുണ്ട്. ബീഹാറിൽ ഇതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്തവരുടെ ഒരു ജാഥ നടത്താനേ രാഹുൽ ഗാന്ധി കഴിഞ്ഞുള്ളൂ. ഏതാണ്ട് 2 ലക്ഷം പേര് പങ്കെടുത്ത ഒരു ജാഥയൊക്കെ നടത്തി. പക്ഷേ ഈ ജാഥ വോട്ടാക്കി മാറ്റാൻ അദ്ദേഹത്തിന് അവിടെ കഴിഞ്ഞില്ല. കാരണം താഴെത്തട്ടിൽ കേഡറില്ല, ആളില്ലായിരുന്നു. പക്ഷേ മമതയ്ക്ക് അങ്ങനെയല്ല. ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങളെ മുഴുവൻ ഇവിടുന്ന് ഉന്മൂലനാശനം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ അവർക്കൊരു കഴിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രസിഡൻസി റീജിയണിൽ BJP എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ വന്ന നോർത്ത് വെസ്റ്റ് ബംഗാൾ റീജിയനിൽ ഇപ്പോൾ 152 സീറ്റിൽ ഇലക്ഷൻ നടന്നല്ലോ. അവിടെ 152-ൽ 100, ഇപ്പോൾ 52-53 കിട്ടിയിട്ടുള്ളൂ BJPക്ക്. അത് 100-100-ലധികമോ പിടിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഇനി വരുന്ന ഈ പ്രസിഡൻസി റീജിയൻ, അതെന്ന് വെച്ചാൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് റീജിയനാണ്. ഇപ്പോൾ കൊൽക്കത്ത, അതുപോലെ തന്നെ ഹൗറ, നാദിക്ക്, നോർത്ത് 24 പർഗാന, ഇതൊക്കെ വരുന്ന സ്ഥലങ്ങൾ. ഇവിടെ മമതയ്ക്കും നല്ല ഹോൾഡുള്ള സ്ഥലമാണ്. മമത ഈ 108-ൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും സീറ്റുകൾ മമത കഴിഞ്ഞ തവണ പിടിച്ചതാണ്. അവിടെയും BJPക്ക് കൂടുതൽ വോട്ടുകൾ ഇത്തവണ പിടിക്കാൻ കഴിയണം. അങ്ങനെ ഒരു 150-ന് അടുപ്പിച്ച് വരാൻ കഴിഞ്ഞാൽ പിന്നെ ബാക്കി അവശേഷിക്കുന്നത് പിന്നെ 10-36 സീറ്റുകളേ ഉള്ളൂ. അതൊന്നും അത്രത്തോളം BJPക്ക് ഗുണകരമാകുന്നതല്ല. അതുകൊണ്ട് ഈ 2 സ്ഥലങ്ങളിലും, ഈ പ്രസിഡൻസി റീജിയനും നേരത്തെ കഴിഞ്ഞ നോർത്ത് ബംഗാൾ റീജിയനിലും കൂടെ 152 + 108 ഇത്രയും സീറ്റുകളിൽ അവർക്ക് എത്ര സീറ്റ് പിടിക്കാൻ കഴിയുന്നു, അതായത് 150-ന് അടുപ്പിച്ച് പോകാൻ കഴിയുന്നു എന്നുള്ളത് ഉറപ്പാക്കിയാൽ മാത്രമേ BJPക്ക് ബംഗാൾ ഭരണം ഉറപ്പിക്കാൻ കഴിയുള്ളൂ. അത് അവർക്ക് ഇത്തവണ പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവരുടെ
ഒരു കണക്ക് കൂട്ടൽ അത് വെച്ചിട്ടാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. എനിക്ക് തോന്നുന്നു അവരുടെ മറ്റൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ശക്തമായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തി. കേന്ദ്രസേനയുടെ വിന്യാസം വളരെ സ്ട്രോങ് ആയിരുന്നു. ബംഗാൾ പോലീസിനെ എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റുകയും ചെയ്തു. അത് സാധാരണഗതിയിൽ ബംഗാളിൽ എല്ലാ തവണയും മമത ഇപ്പോൾ മാർക്സിസ്റ്റുകാർക്കെതിരെ എന്ത് തന്ത്രമെടുത്തു അതാണ് ബി ജെ പിക്കാർക്കെതിരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. മാർക്സിസ്റ്റുകാരെ അടിച്ചൊതുക്കി വെട്ടിക്കൊന്ന് ഓഫീസുകൾ പിടിച്ചടക്കി കൊടി വലിച്ചൂരി ചുവപ്പിന് പകരം അവിടെ TMCയുടെ കൊടി കെട്ടി ഒക്കെയാണ് അവരവിടെ 30 വർഷത്തെ മാർക്സിസ്റ്റ് ഭരണം അവസാനിപ്പിച്ചത്. ഇപ്പോൾ ബംഗാളിൽ BJPയുടെ കടന്നുകയറ്റത്തെ പിടിച്ചു നിർത്താനും അവർ ഇതേ മൃഗീയമായ ശൈലികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന് റോഹിന്ത്യൻസ് അടക്കമുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പം പിന്നെ മമതയെ വരട്ടിയത്. കാരണം നിങ്ങളവിടെ ജനാധിപത്യം നടത്താൻ സമ്മതിക്കുന്നില്ലല്ലോ, നിങ്ങൾ അവിടെ മുഴുവൻ തേർവാഴ്ച നിങ്ങളുടെ വക നടത്തുകയല്ലേ എന്നാണ് പിന്നെ സുപ്രീം കോടതിക്ക് വരെ പറയേണ്ടി വന്നിരിക്കുന്നത്. ആ ഒരു സ്റ്റേജിലേക്ക് അവർ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. മമതാ ബാനർജി ചില്ലറക്കാരിയല്ല, ഒരു കടന്നൽക്കൂട്ടിൻ്റെ റാണിയാണ്. കടന്നൽക്കൂട് അവരുടെ പിന്നാലെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. അതിനെ അടിച്ചൊതുക്കുന്ന ജോലിയും കൂടെ BJPക്ക് വന്നിരിക്കുകയാണ്. അതായത് മാർക്സിസ്റ്റുകാരെ തകർത്ത പോലെ ഞങ്ങളെ തകർക്കാൻ പറ്റില്ല എന്ന് TMC അണികളെ ബോധ്യപ്പെടുത്തേണ്ട ജോലിയും കൂടെ BJPക്ക് വന്നിരിക്കുന്നു. ഈ ഒരു ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ നമ്മൾ പെട്ടി പൊട്ടിക്കുമ്പോൾ ഉള്ള ഉദ്വേഗം പോലെ തന്നെ തമിഴ്നാട്ടിലും ബംഗാളിലും എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ട്. ഈ വനിതകളുടെ വോട്ട് കൂടിയത്, പിന്നെ യുവാക്കളുടെ വോട്ട് കൂടിയത്, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ വനിതകളും യുവാക്കളും വോട്ട് ശതമാനം കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം അവിടെ വിജയിക്ക് പോകുമോ ഇവിടെ BJPക്ക് പോകുമോ എന്നുള്ള ഒരു കണക്കുകൂട്ടൽ പല രാഷ്ട്രീയ നിരീക്ഷകരെ അന്തം പിടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്ത് കാരണവശാലും അവിടെ മമത മെലിയും ഇവിടെ സ്റ്റാലിനും മെലിയും. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു നിരീക്ഷണം. അതായത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് അവസാനിച്ചത്. അതിനോടൊപ്പം തന്നെ ബംഗാളിലെ ആദ്യഘട്ട പോളിംഗ് അവസാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് അത്ര പന്തിയല്ല സാഹചര്യം എന്ന നിരീക്ഷണം വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ബംഗാളിൽ ശക്തമായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തി, ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ മമതാ ബാനർജിക്ക് അത്ര സുഖകരമായിട്ടുള്ളൊരു അനുഭവമായിരിക്കില്ല സമ്മാനിക്കുക എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ SIRൻ്റെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു പോളറൈസേഷൻ അത് മമതയ്ക്ക് അനുകൂലമായി വന്നേക്കും പലയിടങ്ങളിലും എന്നുള്ള ഒരു നിരീക്ഷണവും വന്നിട്ടുണ്ട്. അപ്പോൾ BJP ക്യാമ്പ് ആ കാര്യങ്ങളൊക്കെ തന്നെ ജാഗ്രതയോടുകൂടിയായിരിക്കും കാണുക. ഇവിടെ സ്റ്റാലിൻ്റെ ഒരു ആശങ്ക വിജയ് വളരെ ശക്തമായ രീതിയിൽ വോട്ട് പിടിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്നുള്ള ഒരു നിരീക്ഷണം വന്നതുകൊണ്ട് തന്നെയാണ്. അത് 20% പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റാലിന് തന്നെ ആയിരിക്കും തിരിച്ചടി ഉണ്ടാവുക. AIADMKയും BJPയും ഒക്കെ ചേർന്ന ആ ക്യാമ്പ് വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാത്തിരുന്ന് കാണാം. അടുത്ത മാസം 4 വരെ അത് ഉദ്വേഗം നിറഞ്ഞ ഒരു കാത്തിരിപ്പ് തന്നെ ആയിരിക്കും. വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റ് സംസാരിക്കും. ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.